ഓം ശാന്തി. 12/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് വിധി നിർണയത്തിൻ്റെ സമയമാണ്. രാവണൻ എല്ലാവരെയും ശ്മശാനത്തിൽ പ്രവേശിപ്പിച്ചു. ബാബ വന്നിരിക്കുകയാണ് അമൃതം വർഷിച്ച് കൂടെ കൊണ്ടുപോകുവാൻ. ചോദ്യം: ശിവബാബയെ ഭോല ഭണ്ഡാരി എന്നും പറയുന്നു, എന്തുകൊണ്ട്? ഉത്തരം: കാരണം ശിവഭോലാനാഥൻ വരുമ്പോൾ ഗണികമാരുടെയും അഹല്യമാരുടെയും കുബ്ജകളുടെയും മംഗളം ചെയ്ത് അവരെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. വരുന്നത് തന്നെ നോക്കൂ, പതീത ലോകത്തിലും പതീത ശരീരത്തിലുമാണ്. അപ്പോൾ ഭോല, അതായത് നിഷ്കളങ്കനായല്ലോ. നിഷ്കളങ്കനായ ബാബയുടെ ഡയറക്ഷനാണ്: മധുരമായ കുട്ടികളെ, ഇപ്പോൾ അമൃത് കുടിക്കൂ, വികാരങ്ങളാകുന്ന വിഷത്തെ ഉപേക്ഷിക്കൂ. ഗീതം. ദൂരദേശത്ത് വസിക്കുന്നവൻ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. അതായത് ആത്മാക്കൾ ഈ ശരീരത്തിൻ്റെ കാതാകുന്ന കർമ്മേന്ദ്രിയത്തിലൂടെ ഗീതം കേട്ടു. ദൂരദേശത്തെ യാത്രക്കാരൻ വന്നിരിക്കുന്നു. നിങ്ങളും യാത്രക്കാരാണല്ലോ. ഏതെല്ലാം മനുഷ്യ ആത്മാക്കളുണ്ടോ അവരെല്ലാം യാത്രക്കാരാണ്. ആത്മാക്കൾക്ക് വീടൊന്നുമില്ല. ആത്മാവ് നിരാകാരനാണ്. നിരാകാരി ലോകത്തിൽ വസിക്കുന്നത് നിരാകാരി ആത്മാക്കളാണ്. അതിനെ നിരാകാരി ആത്മാക്കളുടെ വീട്, ദേശം അഥവാ ലോകം എന്നും ഇതിനെ ജീവാത്മാക്കളുടെ ദേശമെന്നും പറയുന്നു. അതാണ് ആത്മാക്കളുടെ ദേശം. പിന്നെ ആത്മാക്കൾ ഇവിടെ വന്ന് ശരീരത്തിൽ എപ്പോഴാണോ പ്രവേശിക്കുന്നത് അപ്പോൾ നിരാകാരത്തിൽ നിന്നും സാകാരമായി മാറുന്നു. ആത്മാവിന് ഏതെങ്കിലും രൂപമില്ല എന്നല്ല, രൂപവും തീർച്ചയായുമുണ്ട്, നാമവുമുണ്ട്. ഇത്രയും ചെറിയ ആത്മാവ് എത്ര പാർട്ട് അഭിനയിക്കുന്നു ഈ ശരീരത്തിലൂടെ. ഓരോ ആത്മാവിലും പാർട്ട് അഭിനയിക്കുന്നതിൻ്റെ എത്ര റെക്കോർഡ് നിറഞ്ഞിരിക്കുന്നു. ഒരു തവണ റെക്കോർഡ് ചെയ്താൽ പിന്നെ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലും അത് തന്നെയായിരിക്കും തുടരുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആത്മാവിലും റെക്കോർഡാണ്. 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ബാബ നിരാകാരനായതുപോലെ ആത്മാവും നിരാകാരമാണ്. ചിലയിടങ്ങളിൽ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു, ആ ഒന്ന് നാമരൂപത്തിൽ നിന്നും വേറിട്ടതാണ്. എന്നാൽ നാമരൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ആകാശവും പോളാറാണ്. ആകാശം എന്ന നാമമുണ്ടല്ലോ, നാമമില്ലാതെ ഒരു വസ്തുവുമില്ല. പരംപിത പരമാത്മ എന്ന് മനുഷ്യർ പറയുന്നു. ഇപ്പോൾ ദൂരദേശത്തിൽ എല്ലാ ആത്മാക്കളും വസിക്കുന്നു. ഇത് സാകാരദേശമാണ്. ഇതിലും 2 രാജ്യം നടക്കുന്നു, രാമരാജ്യവും രാവണരാജ്യവും. പകുതി കൽപ്പമാണ് രാമരാജ്യം, പകുതി കൽപ്പം രാവണരാജ്യമാണ്. ബാബ ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടി ദുഃഖത്തിൻ്റെ രാജ്യം ഉണ്ടാക്കുകയില്ല. ഈശ്വരൻ തന്നെയാണ് ദുഃഖവും സുഖവും നൽകുന്നത് എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകുന്നില്ല. എൻ്റെ നാമം തന്നെ ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവൻ എന്നാണ്. ഇത് മനുഷ്യരുടെ തെറ്റാണ്. ഈശ്വരൻ ഒരിക്കലും ദുഃഖം നൽകില്ല. ഈ സമയം ദുഃഖധാമം തന്നെയാണ്. പകുതി കൽപ്പം രാവണ രാജ്യത്തിൽ ദുഃഖം തന്നെ ദുഃഖമാണ് ലഭിക്കുന്നത്. സുഖത്തിൻ്റെ അംശം പോലുമില്ല. സുഖധാമത്തിൽ പിന്നെ ദുഃഖം ഉണ്ടായിരിക്കുന്നില്ല. ബാബ സ്വർഗത്തിൻ്റെ രചന രചിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഇതിനെ പുതിയ ലോകം എന്നാരും പറയുകയില്ല. പുതിയ ലോകത്തിൻ്റെ പേര് തന്നെ സത്യയുഗം എന്നാണ്. അത് പിന്നെ പഴയതാകുന്നു.
അപ്പോൾ അതിനെ കലിയുഗം എന്ന് പറയുന്നു. പുതിയ വസ്തു നല്ലതായും പഴയ വസ്തു മോശമായും കാണപ്പെടുന്നു എങ്കിൽ പഴയ വസ്തുവിനെ ഇല്ലാതാക്കുന്നു. മനുഷ്യർ വിഷത്തെ, അതായത് വികാരത്തെ തന്നെയാണ് സുഖമായി മനസ്സിലാക്കുന്നത്. അമൃത് ഉപേക്ഷിച്ച് വിഷം എന്തിനു കഴിക്കണം എന്ന് പാടുന്നുമുണ്ട്. പിന്നെ പറയുന്നു, നിന്റെ കൃപയിലൂടെ സർവരുടെയും നന്മ. അങ്ങ് എന്ത് വന്നു ചെയ്യുമോ അതിലൂടെ നന്മ തന്നെയാണ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ രാവണ രാജ്യത്തിൽ മനുഷ്യൻ മോശമായ കാര്യം തന്നെ ചെയ്യും. ഇത് ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി. ഗുരു നാനക് 500 വർഷമായി. വീണ്ടും എപ്പോൾ വരും? ഗുരു നാനക്കിൻ്റെ ആത്മാവ് ജ്യോതി ജ്യോതിയിൽ ലയിച്ചു എന്ന് പറയുന്നു. പിന്നെ എങ്ങനെ വരും? നിങ്ങൾ പറയും, ഇന്നേക്ക് 4500 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗുരു നാനക് വരും. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം എല്ലാവരും തമോ പ്രധാനമാണ്. ഇതിനെ വിധി നിർണയത്തിൻ്റെ സമയം എന്ന് പറയുന്നു. എല്ലാ മനുഷ്യരും മരിച്ചതുപോലെയാണ്. സർവരുടെയും ജ്യോതി അണഞ്ഞിരിക്കുകയാണ്. ബാബ എല്ലാവരെയും ഉണർത്തുവാനായി വരുന്നു. കുട്ടികൾ കാമചിതയിലിരുന്ന് ഭസ്മമായി പോയി. അവരെ അമൃതവർഷത്തിലൂടെ ഉണർത്തി കൂടെ കൊണ്ടുപോകും. മായാ രാവണൻ കാമചിതയിലിരുത്തി ശ്മശാനത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും ഉറങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ ബാബ ജ്ഞാനാമൃതം കുടിപ്പിക്കുന്നു. ഇപ്പോൾ ജ്ഞാനാമൃതം എവിടെ? ആ ജലം എവിടെ? സിഖുകാരുടെ വിശേഷ ദിവസമാകുമ്പോൾ വളരെ ആർഭാടപൂർവം കുളം വൃത്തിയാക്കുന്നു, മണ്ണെടുക്കുന്നു. അതിനാൽ പേര് വെച്ചിട്ടുണ്ട് അമൃത്സർ എന്ന്, അമൃതിൻ്റെ കുളം. ഗുരു നാനക്കും ബാബയുടെ മഹിമ ചെയ്തു. സ്വയം പറയുന്നു, ഏക് ഓംകാർ സത്നാം. ആ ഒന്ന് സദാ സത്യം പറയുന്നവനാണ്. സത്യനാരായണൻ്റെ കഥയുണ്ടല്ലോ. മനുഷ്യർ ഭക്തിമാർഗത്തിൽ എത്ര കഥകൾ കേട്ടുവന്നു. അമരകഥ, മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥ. ശങ്കർ പാർവതിയെ കഥ കേൾപ്പിച്ചതായി പറയുന്നു. ശങ്കർ സൂക്ഷ്മവതനത്തിൽ വസിക്കുന്നവനാണ്. അവിടെ പിന്നെ ഏത് കഥയാണ് കേൾപ്പിച്ചത്? ഈ എല്ലാ കാര്യങ്ങളും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. വാസ്തവത്തിൽ നിങ്ങളെ അമരകഥ കേൾപ്പിച്ച് അമരലോകത്തിലേക്ക് കൊണ്ടുപോകുവാനായി ഞാൻ വന്നിരിക്കുന്നു. മൃത്യുലോകത്തിൽ നിന്നും അമരലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കി പാർവതിയെ സൂക്ഷ്മലോകത്തിൽ അമരകഥ കേൾപ്പിക്കുവാനായി പാർവതി എന്ത് ദോഷമാണ് ചെയ്തത്? ശാസ്ത്രങ്ങളിലാണെങ്കിൽ അനേകം കഥകൾ എഴുതിയിട്ടുണ്ട്. സത്യനാരായണൻ്റെ സത്യകഥയില്ല. നിങ്ങൾ എത്ര സത്യനാരായണൻ്റെ കഥകൾ കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് ആരെങ്കിലും സത്യനാരായണനാകുന്നുണ്ടോ? കൂടുതൽ വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയുമാകുന്നു. ഇതാണ് അമരലോകത്തിലേക്ക് പോകുന്നതിനുള്ള സത്യമായ സത്യനാരായണൻ്റെ കഥ. മൂന്നാമത്തെ നേത്രത്തിൻ്റെ കഥ. ആത്മാക്കളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് പുഷ്പങ്ങളും പൂജ്യരുമായിരുന്നത്. പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം നിങ്ങൾ തന്നെ പൂജാരിയായിരിക്കുന്നു. അതിനാൽ താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്ന് പാടപ്പെട്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഞാനാണെങ്കിൽ സദാ പൂജ്യനാണ്. നിങ്ങളെ വന്ന് പൂജാരിയിൽ നിന്നും പൂജ്യരാക്കി മാറ്റുന്നു. ഇതാണ് പതീത ലോകം. സത്യയുഗത്തിൽ പൂജ്യരും പാവനവുമായ മനുഷ്യരാണ്. ഈ സമയത്ത് പൂജാരിയും പതീതരുമായ മനുഷ്യരാണ്. പതീത പാവന സീതാറാം എന്ന് സാധു സന്യാസിമാർ പാടിക്കൊണ്ടിരിക്കുന്നു. ഈ വാക്ക് റൈറ്റാണ്. എല്ലാ സീതമാരും ബ്രൈഡ്സ് ആണ്, അതായത് വധുക്കളാണ്.
പറയുന്നു, ഹേ രാമ, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ. എല്ലാ ഭക്തരും വിളിക്കുന്നു. ആത്മാവാണ് ഹേ രാം എന്ന് വിളിക്കുന്നത്. ഗാന്ധിജിയും ഗീത കേൾപ്പിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഹേ പതീത പാവന സീതാറാം എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഗീത കൃഷ്ണനല്ല കേൾപ്പിച്ചത്. ബാബ പറയുന്നു, ഇതിൻ്റെ അഭിപ്രായം എടുത്തുകൊണ്ടിരിക്കൂ. ഈശ്വരൻ സർവവ്യാപി അല്ല. ഗീതയുടെ ഭഗവാൻ ശിവനാണ്, ശ്രീകൃഷ്ണനല്ല എന്നതിൻ്റെ. ആദ്യം ചോദിക്കൂ, ഗീതയുടെ ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത്? ഭഗവാൻ എന്ന് നിരാകാരനെയാണോ പറയുക, അതോ സാകാരത്തെയാണോ? ശ്രീകൃഷ്ണനാണെങ്കിൽ സാകാരമാണ്, ശിവനാണ് നിരാകാരം. ആ ഒന്ന് കേവലം ഈ ശരീരത്തെ ലോണായി സ്വീകരിക്കുന്നു. ബാക്കി മാതാവിൻ്റെ ഗർഭത്തിലൂടെ ജന്മമെടുക്കുന്നില്ല. ശിവന് ശരീരമില്ല. ഇവിടെ ഈ മനുഷ്യലോകത്തിൽ സ്ഥൂല ശരീരമുണ്ട്. ബാബ വന്ന് സത്യമായ സത്യനാരായണന്റെ കഥ കേൾപ്പിക്കുന്നു. ബാബയുടെ മഹിമയാണ് പതീത പാവനൻ, സർവരുടെയും സദ്ഗതിദാത്ത, സർവരുടെയും ലിബറേറ്റർ, ദുഃഖഹർത്ത, സുഖകർത്ത. ശരി, സുഖം എവിടെയാണുള്ളത്? ഇവിടെ ഉണ്ടാവുക സാധ്യമല്ല. സുഖം ലഭിക്കുന്നത് അടുത്ത ജന്മത്തിൽ. പഴയ ലോകം ഇല്ലാതായി സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുമ്പോഴാണ്. ശരി, എന്തിൽ നിന്നുമാണ് ലിബറേറ്റ് ചെയ്യുന്നത്? രാവണന്റെ ദുഃഖത്തിൽ നിന്നും. ഇത് ദുഃഖധാമമാണല്ലോ. ശരി, പിന്നെ ഗൈഡും ആകുന്നു. ഈ ശരീരമാണെങ്കിൽ ഇവിടെ ഇല്ലാതാകുന്നു. ബാക്കി ആത്മാക്കളെ കൊണ്ടുപോകുന്നു. ആദ്യം പ്രിയതമൻ, പിന്നീട് പ്രിയതമ പോകുന്നു. അതാണ് അവിനാശിയും സുന്ദരവുമായ പ്രിയതമൻ. സർവരെയും ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് പവിത്രമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വിവാഹം കഴിഞ്ഞു വരുമ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്നത് പതിയാണ്. പിന്നിൽ പത്നിയിരിക്കുന്നു. പിന്നെ ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മാലയും ഇങ്ങനെയാണ്. മുകളിൽ ശിവ് ബാബയാകുന്ന പുഷ്പം, അതിനെ നമസ്കരിക്കും. പിന്നെ യുഗൾ മണി, ബ്രഹ്മ, സരസ്വതി. പിന്നെ ഉള്ളത് ബാബയുടെ സഹായികളാകുന്ന നിങ്ങൾ. പുഷ്പമാകുന്ന ശിവ് ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് സൂര്യവംശി വിഷ്ണുവിൻ്റെ മാല ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മ സരസ്വതി തന്നെയാണ് ലക്ഷ്മി നാരായണനാകുന്നത്. ലക്ഷ്മി നാരായണൻ തന്നെയാണ് ബ്രഹ്മ സരസ്വതി ആകുന്നത്. ഇവർ പ്രയത്നിച്ചു, അതിനാലാണ് പൂജിക്കപ്പെടുന്നത്. മാല എന്ത് വസ്തുവാണ് എന്ന് ആർക്കും അറിയില്ല. വെറുതെ മാല തിരിച്ചുകൊണ്ടിരിക്കുന്നു. 16,108ൻ്റെയും മാലയുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വെച്ചിരിക്കുന്നു. ചിലർ ഒരിടത്തു നിന്നും ചിലർ മറ്റൊരിടത്തു നിന്നും തിരിക്കും. ബ്രഹ്മബാബ ബോംബെയിൽ ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. പോയി മാല തിരിക്കുമായിരുന്നു. രാമ രാമ എന്ന് ജപിച്ചിരുന്നു. കാരണം പുഷ്പം ഒരേ ഒരു ബാബയാണല്ലോ. പുഷ്പത്തെ തന്നെയാണ് രാമ രാമ എന്ന് പറയുന്നത്. പിന്നെ മുഴുവൻ മാലയിലും ശിരസ് നമിക്കുന്നു. ജ്ഞാനം ഒന്നും തന്നെയില്ല. പാതിരിമാരും ക്രിസ്ത്യൻ പുരോഹിതന്മാരും കയ്യിൽ മാല തിരിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ മാലയാണ് തിരിക്കുന്നത് എന്ന് ചോദിക്കൂ, അവർക്കറിയില്ല. ക്രൈസ്റ്റിൻ്റെ ഓർമ്മയിൽ തിരിക്കുന്നു എന്ന് പറയും. ക്രൈസ്റ്റിൻ്റെ ആത്മാവ് എവിടെയാണ് എന്നത് അവർക്കറിയില്ല. നിങ്ങൾക്കറിയാം, ക്രൈസ്റ്റിൻ്റെ ആത്മാവ് ഇപ്പോൾ തമോ പ്രധാനമാണ്. നിങ്ങളും തമോ പ്രധാനവും ബഗറുമായിരുന്നു. ഇപ്പോൾ ബഗർ ടു പ്രിൻസ് ആകുന്നു. ഭാരതം പ്രിൻസ് ആയിരുന്നു, ഇപ്പോൾ ബഗറാണ്. വീണ്ടും പ്രിൻസ് ആകുന്നു. ആക്കുന്നവൻ ബാബയാണ്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും പ്രിൻസ് ആകുന്നു. ഒരു പ്രിൻസ് കോളേജും ഉണ്ടായിരുന്നു. അവിടെ പ്രിൻസസ് പോയി പഠിക്കുമായിരുന്നു. നിങ്ങൾ ഇവിടെ പഠിച്ച് 21 ജന്മത്തേക്ക് സ്വർഗത്തിൽ പ്രിൻസസ് ആകുന്നു.
ഈ ശ്രീകൃഷ്ണൻ പ്രിൻസ് ആണല്ലോ. കൃഷ്ണൻ്റെ 84 ജന്മങ്ങളുടെ കഥ എഴുതിയിട്ടുണ്ട്. മനുഷ്യർ എന്തറിയുവാനാണ്? ഈ കാര്യങ്ങൾ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഭഗവാൻ ഉവാച, ആ ഒന്ന് എല്ലാവരുടെയും പിതാവാണ്. നിങ്ങൾ ഗോഡ് ഫാദറിൽ നിന്നുമാണ് കേൾക്കുന്നത്. ആ ഒന്ന് സ്വർഗം സ്ഥാപിക്കുന്നു. അതിനെ പറയുന്നത് തന്നെ സത്യഖണ്ഡം എന്നാണ്. ഇതാണ് അസത്യഖണ്ഡം. സത്യഖണ്ഡം ബാബ സ്ഥാപിക്കും. അസത്യഖണ്ഡം രാവണൻ സ്ഥാപിക്കുന്നു. രാവണന്റെ രൂപമുണ്ടാക്കുന്നു. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഒടുവിൽ ഈ രാവണൻ ആരാണ് എന്നത് ആർക്കും അറിയില്ല. രാവണനെ കൊല്ലുന്നു, വീണ്ടും ജീവിക്കുന്നു. വാസ്തവത്തിൽ സ്ത്രീയുടെ 5 വികാരങ്ങളും പുരുഷന്റെ 5 വികാരങ്ങളും, ഇതിനെയാണ് രാവണൻ എന്ന് പറയുന്നത്. ആ രാവണനെ കൊല്ലുന്നു. രാവണനെ കൊന്ന ശേഷം സ്വർണം കൊള്ളയടിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇതാണ് മുള്ളുകളുടെ കാട്. ബോംബെയിൽ ബബിൾനാഥൻ്റെയും ക്ഷേത്രമുണ്ട്. ബാബ വന്ന് മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നു. എല്ലാവരും പരസ്പരം മുള്ളുകൊണ്ട് കുത്തുന്നു, അതായത് കാമകഠാര ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിനെ മുള്ളുകളുടെ കാട് എന്ന് പറയുന്നു. സത്യുഗത്തെ ഗാർഡൻ ഓഫ് അള്ളാഹ് എന്ന് പറയുന്നു. അതേ ഫ്ലവേഴ്സ് മുള്ളായി മാറുന്നു, പിന്നെ മുള്ളിൽ നിന്നും പുഷ്പമാകുന്നു. ഇപ്പോൾ നിങ്ങൾ 5 വികാരങ്ങളുടെ മേൽ ജയം നേടുന്നു. ഈ രാവണ രാജ്യത്തിൻ്റെ വിനാശം ഉണ്ടാവുക തന്നെ വേണം. അവസാനം വലിയ യുദ്ധവും ഉണ്ടാകും. സത്യം സത്യമായ ദസറയും ഉണ്ടാകണം. രാവണ രാജ്യം തന്നെ ഇല്ലാതാകും. പിന്നെ നിങ്ങൾ ലങ്ക കൊള്ളയടിക്കും. നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ കൊട്ടാരം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ രാവണന്റെ മേൽ ജയം നേടി സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. ബാബ മുഴുവൻ വിശ്വത്തിൻ്റെയും രാജ്യഭാഗ്യം നൽകുന്നു. അതിനാൽ ഈ ഒന്നിനെ ശിവഭോല ഭണ്ഡാരി എന്ന് പറയുന്നു. ഗണികമാർ, അഹല്യമാർ, കുബ്ജകൾ സർവരെയും ബാബ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. എത്ര നിഷ്കളങ്കനാണ്! വരുന്നതും പതീത ലോകത്തിൽ, പതീത ശരീരത്തിലാണ്. ബാക്കി ആരാണോ സ്വർഗത്തിന് യോഗ്യരല്ലാത്തത്, അവർ വിഷം കുടിക്കുന്നത് ഉപേക്ഷിക്കില്ല. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ഈ അന്തിമ ജന്മം പാവനമാകൂ. ഈ വികാരങ്ങൾ നിങ്ങളെ ആദിമധ്യ അന്ത്യം ദുഃഖിതരാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തേക്ക് വിഷം കുടിക്കുന്നത് ഉപേക്ഷിക്കുവാൻ സാധിക്കില്ലേ? ഞാൻ നിങ്ങളെ അമൃത് കുടിപ്പിച്ച് അമരമാക്കി മാറ്റുന്നു. എന്നിട്ടും നിങ്ങൾ പവിത്രമാകുന്നില്ല. വിഷമില്ലാതെയും സിഗരറ്റും മദ്യവും ഇല്ലാതെയും ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ പരിധിയില്ലാത്ത ബാബ നിങ്ങളോട് പറയുന്നു, കുട്ടികളെ, ഈ ഒരു ജന്മത്തേക്ക് പാവനമാകൂ. എങ്കിൽ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി മാറ്റാം. പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും ചെയ്യുക, ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. ബാബ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തെയും ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കും കൊണ്ടുപോകുവാൻ. ഇപ്പോൾ സർവധർമ്മവും വിനാശമാകും. ഒരു ആദി സനാതന ദേവി ദേവതാധർമ്മം വീണ്ടും സ്ഥാപിതമാകുന്നു. ഗ്രന്ഥത്തിലും പരംപിത പരമാത്മാവിനെ അകാലമൂർത്തി എന്ന് പറയുന്നു. ബാബയാണ് മഹാകാലൻ, കാലന്മാരുടെയും കാലൻ. ആ കാലനാണെങ്കിൽ 1 or 2 പേരെ കൊണ്ടുപോകും. ഞാനാണെങ്കിൽ സർവ ആത്മാക്കളെയും കൊണ്ടുപോകും. അതിനാൽ മഹാകാലൻ എന്ന് പറയുന്നു. ബാബ വന്ന് കുട്ടികളായ നിങ്ങളെ എത്ര വിവേകശാലിയാക്കി മാറ്റുന്നു. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ അന്തിമ ജന്മത്തിൽ വിഷം ത്യാഗം ചെയ്ത്
അമൃത് കുടിക്കുകയും കുടിപ്പിക്കുകയും വേണം. പാവനമാകണം. മുള്ളുകളെ പുഷ്പമാക്കാനുള്ള സേവനം ചെയ്യണം. വിഷ്ണുവിൻ്റെ കഴുത്തിലെ മാലയിലെ മുത്താകുന്നതിനായി ബാബയുടെ ഓർമ്മയിലിരിക്കണം. പരിപൂർണ സഹായിയായി ബാബയ്ക്ക് സമാനം ദുഃഖം ഹരിക്കുന്നവരാകണം. വരദാനം: തൻ്റെ അലൗകിക ആത്മീയ വൃത്തിയിലൂടെ സർവ ആത്മാക്കളിലും തൻ്റെ പ്രഭാവം ഉണ്ടാക്കുന്ന മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഭവിക്കട്ടെ. ഏതുപോലെ ഏതെങ്കിലും ആകർഷണീയമായ വസ്തു ചുറ്റുമുള്ളവരെയെല്ലാം അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നു. സർവരുടെയും അറ്റൻഷൻ പോകുന്നു. അതേപോലെ എപ്പോഴാണോ താങ്കളുടെ വൃത്തി അലൗകികവും ആത്മീയതയും ഉള്ളതാകുന്നത്, അപ്പോൾ താങ്കളുടെ പ്രഭാവം അനേകം ആത്മാക്കളിൽ സ്വതവേ ഉണ്ടാകും. അലൗകിക വൃത്തി, അതായത് വേറിട്ടതും പ്രിയപ്പെട്ടതുമായ സ്ഥിതി, സ്വതവേ അനേകം ആത്മാക്കളെ ആകർഷിക്കുന്നു. ഇങ്ങനെയുള്ള അലൗകിക ശക്തിശാലി ആത്മാക്കൾ മാസ്റ്റർ ജ്ഞാനസൂര്യനായി തൻ്റെ പ്രകാശം 4 ഭാഗത്തും വ്യാപിപ്പിക്കുന്നു. സ്ലോഗൻ: സദാ സ്വമാനത്തിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യൂ. അപ്പോൾ സർവശക്തികളും താങ്കളുടെ ഓർഡർ അംഗീകരിച്ചു കൊണ്ടിരിക്കും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ജ്ഞാനി ആകുന്നതിനോടൊപ്പം സ്നേഹിയും ആകൂ. സ്വയം തൻ്റെ സേവനം വിശ്വസേവനത്തിൻ്റെ ആധാരമാണ്. സേവനത്തിൽ കേവലം 2 വാക്കുകൾ ഓർമ്മ വയ്ക്കണം. 1 നിമിത്തമാണ്. 2 വിനയമുള്ളവർ ആവുക തന്നെ വേണം. ഇതിലൂടെ ഏകതയുടെ അന്തരീക്ഷം ഉണ്ടാകും. പരസ്പരം സഹയോഗി ആകും. നിൻ്റേത് എൻ്റേത് എന്നതിൻ്റെയും മാന്യത പെരുമ എന്നതിൻ്റെയും ഉരസലിൻ്റെ ഭാവനകൾ സമാപ്തമാകും. ഓം ശാന്തി. ഞാൻ ഈ ദേഹമല്ല, ഈ ദേഹത്തിൻ്റെ അധികാരിയായ ആത്മാവാണ്. എൻ്റെ യഥാർത്ഥമായ ആത്മസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. സ്ഥൂല സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. ഈ സ്ഥൂല സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങൾ എൻ്റെ ആജ്ഞയും നിർദ്ദേശങ്ങളും അനുസരിക്കുന്ന അനുചരന്മാരാണ്. ഞാൻ ആത്മാവ് വിശ്വമംഗളാർത്ഥം ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്ന ഈശ്വരീയ സന്താനമാണ്.
ഞാൻ ആത്മാവ് സന്ദേശവാഹകനായ ഫരിഷ്തയാണ്. ഞാൻ മാസ്റ്റർ ജ്ഞാന സൂര്യനാണ്. ഞാൻ ആത്മാവ് പ്രകൃതിപതിയാണ്. ഞാൻ ആത്മാവ് സഫലതാ നക്ഷത്രമാണ്. ഞാൻ ആത്മാവ് വിജയീ രത്നമാണ്. എൻ്റെ ഈ ശ്രേഷ്ഠ സ്വമാനങ്ങളുടെ സ്വരൂപമായി ശ്രേഷ്ഠ ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റേത് ആരാണ്? ഈ ദേഹം, ദേഹത്തിൻ്റെ സംബന്ധികൾ, വസ്തു വൈഭവങ്ങൾ, ദേഹത്തിൻ്റെ ലോകം, ഇവയൊന്നും എൻ്റേതല്ല. ഇവയെല്ലാം വിനാശിയാണ്. എൻ്റേത് ആരാണ്? ആരെയാണോ മുഴുവൻ ലോകവും ഈശ്വരനായി പ്രകീർത്തിക്കുന്നത്. ഈ സൃഷ്ടിയുടെ തന്നെ ബീജരൂപമായത് ആരാണോ സർവഗുണങ്ങളുടെയും ശക്തികളുടെയും മഹാസാഗരമായത്, ആരാണോ ഭാഗ്യവിധാതാവ്, ആരാണോ എന്നെ മുഴുവൻ കൽപ്പത്തിലും ശ്രേഷ്ഠ ഭാഗ്യശാലിയാക്കി മാറ്റുന്നത്, ആ ഈശ്വരൻ എൻ്റേതാണ്. എൻ്റെ പിതാവും ശിക്ഷകനും എൻ്റെ സദ്ഗുരുവും സർവസംബന്ധിയുമാണ്. ബാബയുടെ നിസ്സീമമായ സ്നേഹത്തിൽ, ബാബയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഞാൻ ലയിച്ചു ചേരുന്നു. എൻ്റെ ബാബ, എൻ്റെ മധുരമായ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഈ ഗീതം എൻ്റെ മനസ്സ് പാടുകയാണ്. ആ സ്നേഹത്തിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു.